പോൾ അലക്സാണ്ടർ എന്ന പേര് അങ്ങനെ പെട്ടെന്നാർക്കും മറക്കാൻ സാധിക്കില്ല. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ച വക്കീലും എഴുത്തുകാരനുമൊക്കെയായിരുന്നു പോൾ അലക്സാണ്ടർ. ശ്വാസം എടുക്കാനും ജീവൻ നിലനിർത്താനുമായി ജീവിതത്തിന്റെ ഏറിയ പങ്കും ഇരുമ്പ് കൂടിനുള്ളിൽ ചെലവഴിച്ച വ്യക്തി. അമേരിക്കയിലെ 1952 കാലഘട്ടം. അലക്സാണ്ടർ അടക്കം നിരവധി കുട്ടികൾക്ക് പോളിയോ ബാധിച്ചു. അവിടെ ഇരുമ്പ് ശ്വാസകോശത്തിന്റെ വാർഡിലാണ് ഇവർക്ക് ചികിത്സ നൽകിയത്. പോളിയോ ബാധിച്ചതിനാൽ തലയും കഴുത്തും വായയും മാത്രമേ പോളിന് ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പോളിന് സ്വയം ശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി. അങ്ങനെ 600 പൗണ്ട് ഭാരമുള്ള ലോഹം കൊണ്ടുള്ള കൂട്ടിലേക്ക് ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. വായുവിന്റെ മർദ്ദം ക്രമീകരിക്കുന്ന ഈ സിലിണ്ടറാണ് തുടർന്നുള്ള 70 വർഷങ്ങളിൽ പോളിനെ ശ്വസിക്കാൻ സഹായിച്ചത്. പോളിയോ നൽകിയ വൈകല്യത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മ ഡോറിസ് അലക്സാണ്ടറും കുടുംബവും നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. പോളിന്റെ എല്ലാ പ്രതിസന്ധി സമയങ്ങളിലും അവർ അദ്ദേഹത്തിനൊപ്പമുണ്ടായി. ശ്വസന വ്യായാമങ്ങളിലൂടെ ഇരുമ്പ് ശ്വാസകോശത്തിന് പുറത്ത് ഏതാനും മണിക്കൂർ ചെലവഴിക്കാനുള്ള ശേഷി പോൾ ആർജിച്ചു. എന്നാൽ പരിമിതിക്കിടയിലും അലക്സാണ്ടർ പഠനം ഉപേക്ഷിച്ചില്ല. ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി. എഴുത്തുകാരൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും അദ്ദേഹം വിജയം കൈവരിച്ചു. 3 പീസ് സ്യൂട്ടും ശരീരം നിവർന്നു നിൽക്കുന്ന പരിഷ്കരിച്ച വീൽചെയറും ധരിച്ചാണ് അദ്ദേഹം കോടതിയിൽ എത്തിയിരുന്നത്. 2020 അദ്ദേഹം ആത്മകഥ പ്രസിദ്ധീകരിച്ചു. 3 minutes for a dog, My Life in a Iron Lung എന്നായിരുന്നു ആത്മകഥയുടെ പേര്. പ്ലാസ്റ്റിക് സ്റ്റിക്കുമായി ഘടിപ്പിച്ച പേന വായിൽ കടിച്ചു പിടിച്ച് കീബോർഡിൽ ടൈപ്പ് ചെയ്തുമായിരുന്നു അദ്ദേഹം പുസ്തകം എഴുതിയിരുന്നത്. 2023 മാർച്ചിൽ ഏറ്റവും അധികം വർഷം അതിജീവിച്ച ഇരുമ്പ് ശ്വാസകോശ രോഗി എന്ന ഗിന്നസ് ലോക റെക്കോർഡ് പോളിനെ തേടിയെത്തി. കോവിഡ് അണുബാധയെ തുടർന്ന് 2024 മാർച്ചിൽ തന്റെ 78-ാം വയസ്സിൽ ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു.